ഈ കിച്ചൺ ഏതാണെങ്കിൽ മനസ്സിലായോ? ഇതാണ് അത്ഭുത ബിരിയാണിയുടെ കിച്ചൺ. അതായത് അനങ്ങന്നടി, ഓദർശ അനങ്ങന്നടിയുള്ളൊരു അത്ഭുത ബിരിയാണി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ കിച്ചണാണത്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുപ്പശ്ശേരിയിൽ നിന്ന് വരുമായിരുന്നു. ഒരു 6-6:30 ആ ടൈമിലാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ, അത്ഭുത ബിരിയാണി കണ്ടപ്പോൾ കുറേ കഴിച്ചിട്ട് അത് കയറി നോക്കാം വിചാരിച്ചു. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള പ്ലാനൊന്നുമല്ല, പാർസൽ മേടിച്ച് വീട്ടിലിരുന്ന് കഴിക്കാനുള്ള പ്ലാനായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളവിടെ കയറിയപ്പോൾ അവിടെ ഈ പൊരിച്ച ചിക്കൻ ബിരിയാണി ഉള്ളും പറഞ്ഞു. ദമ്മ് ബിരിയാണി ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ റെഡി ആവാൻ പറഞ്ഞു. അത് ആ അടുപ്പിലിരിക്കുന്ന ചെമ്പാണ് നമ്മുടെ ദമ്മ്. അത് പൊട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനിവിടെ 2-3 കൊല്ലം മുന്നേ ഇത് തുടങ്ങി. അപ്പോൾ എടുത്തൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. അന്ന് ഞാൻ ഇതുവഴി പോകുമ്പോൾ കയറിയതാട്ടോ. അന്ന് ഇവരെ ഈ കിച്ചണ് പുറത്താണ്. പുറത്ത് ഇങ്ങനെ അടുപ്പ് ഉണ്ടാക്കി തൈരിങ്ങനെ ചെമ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്താ സംഭവം വിചാരിച്ച് കയറി നോക്കിയപ്പോൾ ഇങ്ങനൊരു പരിപാടിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അന്നവിടെ സാധാ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് മേടിച്ച് ഞാൻ വീട്ടിൽ വന്ന് കഴിച്ചു. സംഭവം നോക്കി അവരുണ്ടാക്കുന്ന ഇതെല്ലാം ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു, കുറേ വീഡിയോ എടുത്തു. അന്ന് തന്നെ അത് 2-3 വർഷമായിട്ടുണ്ടാവും. അത് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു, എവിടെ ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ട്. വേറെ ദിവസം വന്നിട്ട് ബീഫ് ദമ്മ് ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് കാണാം. എന്തായാലും നമ്മളെ ചിക്കൻ ദമ്മ് ആവാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ ഈ വീഡിയോയും കൂടി ഒന്ന് കാണാം. അന്ന് ഞങ്ങളവിടെ കയറിയപ്പോൾ ബീഫ് ദമ്മ് ബിരിയാണിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബീഫ് ദമ്മ് ബിരിയാണി ഇതാ കല്യാണത്തിന് കിട്ടുന്ന പോലെ ഇലയിലാണ് ബിരിയാണിക്ക് അവിടെ തരുന്നത്. അങ്ങനെ ഞങ്ങൾ ബീഫ് ദമ്മ് ബിരിയാണി പറഞ്ഞു. സംഭവം കണ്ടോ? അത് കാണാൻ എന്ത് ചൊറുക്കുക, കല്യാണ പരിധിയിരിക്കണം അതേപോലെ തന്നെ. അങ്ങനെ അച്ചാറ്, സലാഡ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വന്നു. അങ്ങനെ ബിരിയാണി നോക്കി നല്ല രസമുണ്ട് കാണാൻ. നോക്കി കിടില ദമ്മ് ബിരിയാണി, ആ മസാലയൊക്കെ നോക്ക്, പൊളി സാധനം, ഒരു രക്ഷയില്ല കേട്ടോ. ബീഫ് ദമ്മ് ബിരിയാണി പൊളി സാധനം ഇവിടെ. അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിക്കാനുള്ള പ്ലാനാണ്. ദമ്മ് അതാ പൊട്ടിക്കുകയാണ്. കനലൊക്കെ തട്ടി മാറ്റിയിട്ട് ദമ്മ് പൊട്ടിച്ചു. ഓ സ്മെല്ല് ഒരു രക്ഷയില്ല. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓ ആവി പറക്കണം. അതാണ് നമ്മളെ ഇവിടുത്തെ മെയിൻ ആൾ. ഇങ്ങേരെ കൈപ്പുണ്യാണ് ഈ ബിരിയാണി ഇത്രയും ഫേമസ് ആകാൻ കാരണം. അങ്ങനെ നമ്മളെ ദമ്മ് പൊട്ടിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ചൂട് ചിക്കൻ ദമ്മ് ബിരിയാണി. അത് ബീഫാണെങ്കിൽ ഒന്നുകൂടി പൊളിച്ചേർന്നു. നല്ല സ്മെല്ല് കേട്ടോ. ഇത് സാധാ ബിരിയാണി, ഇതിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. നമുക്ക് ദമ്മ് മതിയെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്താൽ. റൈസൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൽ ചിക്കന് എങ്ങനെ ഉണ്ടെന്നൊക്കെ ആൾ നോക്കും. അത് നോക്കി ചെക്ക് ചെയ്തിട്ടാണ് ആൾ സെർവ് ചെയ്യുള്ളൂ. അതിലൊരു കോംപ്രമൈസും ഇല്ല. ആൾക്കത് സ്ഥിരം കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ അതേപോലെ തന്നെ വേണം. അതാണ് അത്ഭുത ബിരിയാണിയുടെ വിജയവും. അങ്ങനെ അത്ഭുത ബിരിയാണി ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ നമ്മളെ ബിരിയാണിക്ക് സെറ്റായി നമുക്ക് പാക്ക് ചെയ്യണം. അവിടെ ഇരിക്കുമ്പോൾ തന്നെ മണം ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനത്തെ സലാഡൊക്കെ ഒരു അച്ചാർ അങ്ങനെയുള്ള പരിപാടിയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഈവനിങ്ങിൽ ചെമ്പാണ് ദമ്മ് പൊട്ടിച്ചത്. അപ്പോൾ രാവിലെ മുതൽ ഇപ്പോൾ എത്ര ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ടാവും? അത്രയും ടേസ്റ്റ് ഉണ്ടാവുണ്ടല്ലോ, അത്രയും കച്ചവടം, രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ സാധനം കിട്ടി, ബിരിയാണി കിട്ടി. ഇനി വീട്ടിൽ പോയിട്ടാണ് അടി തുടങ്ങണം. അങ്ങനെ അവിടെ ക്യാഷ് കൊടുത്തു. 110 രൂപ കേട്ടോ ബിരിയാണി. ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ബീഫ് ബിരിയാണി ആണെങ്കിൽ 110 രൂപ. അതിനുള്ള മുതലുണ്ട്. അങ്ങനെ വീട്ടിൽ പോയിട്ട് കഴിക്കട്ടെ. സംഭവം വൗ, പീസൊക്കെ നോക്ക്, ദമ്മ്, ആ സ്മെല്ലും പൊളി സാധനം. ഒരു രക്ഷയില്ല. അവിടെ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നതിന് കാര്യമുണ്ടായി. അങ്ങനെ കഴിക്കാത്തവർ ആ വഴി പോകുമ്പോൾ എന്തായാലും കഴിക്കുക, കഴിച്ചവർ വീണ്ടും കഴിക്കുക. പൊളി സാധനം.